സ്കോക്ക് ഹൃദയപൂർവ്വം. ഡയറക്ടർ സത്യൻ അന്തിക്കാട്. സ്ക്രീൻ പ്ലേ ഡയലോഗ് സോനു ടി പി. ഇതിൻ്റെ സ്റ്റോറി സത്യൻ അന്തിക്കാടിൻ്റെ മകനായിട്ടുള്ള അഖിൽ സത്യൻ്റെതാണ്. പ്രൊഡ്യൂസർ മറ്റാരുമല്ല, നമ്മുടെ ആന്റണി പെരുമ്പാവൂർ. അദ്ദേഹം ഇതിലൊരു റോളും ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അനു മൂത്തേടത്ത്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു സിനിമ. ആ ഒരു മൂഡ് പിടിച്ചിട്ട് എസ്പെഷ്യൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പ്ലസൻ്റ് ആൻഡ് പോസിറ്റീവായിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് നൈസ്. കെ രാജഗോപാൽ എഡിറ്റർ, അദ്ദേഹവും ആ പാറ്റേണിൽ ആ മൂഡ് പിടിച്ചാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റിൻ പ്രഭാകരനാണ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ. ഇങ്ങനെയുള്ള സിനിമ ആകുമ്പോഴേ എസ്പെഷ്യലി അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. എനിക്ക് ചില പാട്ടുകൾക്ക് ഭയങ്കര ക്രിഞ്ചാണ്. എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ വരുന്ന ഭയങ്കര ഫീൽ ഗുഡ് പാട്ടുകളില്ലേ, അതെനിക്ക് ക്രിഞ്ചായി ഫീൽ ചെയ്യും. ബട്ട് സ്കോറും പരിപാടിയും പിന്നെ ചില പാട്ടുകളൊക്കെ നൈസായിരുന്നു. എസ്പെഷ്യലി ടുവേർഡ്സ് ക്ലൈമാക്സ് ഇമോഷൻസ് ഒക്കെ വരുന്ന സീൻസിലൊക്കെ നൈസായിട്ട് അദ്ദേഹം ജസ്റ്റിൻ പ്രഭാകരൻ ചെയ്തിട്ടുണ്ട്. സമീറ സനീഷാണ് കോസ്റ്റ്യൂംസ് ഒക്കെ നൈസായിരുന്നു. എസ്പെഷ്യലി മാളവിക മോഹൻ്റെ കോസ്റ്റ്യൂംസ് പൊളി. ലാലേട്ടൻ്റെ ആശീർവാദിൻ്റെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ ഒരു സാധനം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പൊളി സാധനം. അതായത് ഭയങ്കര ഒരു ഫീലായിരുന്നു കാണാൻ. ലാലേട്ടൻ്റെ പടങ്ങൾ തന്നെയാണല്ലോ ആശീർവാദിൻ്റെ. ആ സിനിമകളുടെയൊക്കെ ഒരു കമ്പാരിസൺ പോലെ ഇങ്ങനെ വന്നിട്ട് ദാറ്റ് വാസ് ടു ഗുഡ്. ബഹുഭൂരിപക്ഷ സിനിമകളിലും ദൈവത്തെ കൂട്ടുപിടിക്കുക അങ്ങനെയുള്ള പരിപാടിയാണല്ലോ. വളരെ കുറച്ച് സിനിമകളല്ലാത്തതായിട്ടുള്ളൂ. ഈ സിനിമയിൽ ഞാൻ നോട്ടീസ് ചെയ്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ഊക്കി വിടണുണ്ട് ഉട്ടനീളം. സോനു ടി പി മൈറ്റ് ബി എൻ എത്തീസ്റ്റ്, ഐ ആം നോട്ട് ഷുവർ, ആയിരിക്കാം. അല്ലാതെ ഇങ്ങനെ എഴുതി വിടൂലല്ലോ. ഇഷ്ടം പോലെ ഊക്ക് ദൈവത്തിന്. തുടക്കം മുതൽ സിദ്ദീഖിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, കേടു ക്യാരക്ടറാണ്, ഓക്കെ ചാക്കോ, അത് ഞാൻ പറയാം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് സാധാരണ ഡോക്ടേഴ്സൊക്കെ എപ്പോഴും പറയുന്നത് പ്രാർത്ഥിക്കൂ ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുക പറയുന്ന സമയത്ത് സിദ്ദീഖ് പോയി നോക്കുമ്പോൾ അവിടെ ഈ ക്രിസ്ത്യാനിറ്റി മറ്റേ കുരിശും യേശുവും പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഹിന്ദുവാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കും അമ്പല സെറ്റപ്പ് ഒന്നുമില്ല ഇതിനകത്ത് ചോദിക്കുന്നത്. അവിടെ മുതൽ തുടങ്ങിയ ഊക്ക. സിദ്ദീഖിൻ്റെ കഥാപാത്രം ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, പിന്നെ കംപ്ലൈൻ്റ് ഉള്ള ഹൃദയമായിട്ട് ദൈവം ഒരാളെ ഇങ്ങോട്ട് വിടുന്നു, എന്നിട്ട് വേറൊരാളെ തട്ടിയിട്ട് ദൈവം ആ ഹൃദയം ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ജീവൻ വെപ്പിക്കുന്നു. എന്നിട്ടോ ട്രാൻസ്ഫോർമേഷന് ദൈവം എതിരാണ് താനും, എന്നിട്ട് പ്രാർത്ഥന മുഴുവൻ ദൈവത്തിനും. ഇങ്ങനെ കുറേ സാധനങ്ങൾ പൊളിക്കുന്നുണ്ട്. ISROയിൽ വർക്ക് ചെയ്യുന്ന ആൾ ജ്യോതിഷം പറയുന്നു, അത് ഒരു കോൺട്രഡിക്ഷൻ ആണല്ലോ. അങ്ങനെയുള്ള പരിപാടി. പിന്നെ ഒരു എക്സാം ഹോളിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒരുത്തൻ ഇങ്ങനെ പൂജ ചെയ്യുക, മറ്റേ അവൻ്റെ ഗേൾ ഫ്രണ്ട് പാസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ പഠിച്ചാൽ പോരെയെന്ന്. അവിടെ പൂജ ചെയ്തിട്ട് എന്താ കാര്യമുള്ള അങ്ങനെ കുറേ സീൻസിൽ അങ്ങനെ. പിന്നെ ഗംഗാജലം കൊടുത്ത്, ഗംഗാ ഹോളി വാട്ടർ ആണല്ലോ, അപ്പോൾ ഗംഗാജലം കൊടുത്തിട്ട് മരിച്ചില്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതും ഐറോണിക്കലിയാണ് പറയുന്നത്. അങ്ങനെ കുറേ ഡയലോഗ്സ് കുറേ സീൻസിൽ ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് സോനു ടി പി. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സന്ദീപ് ബാലകൃഷ്ണൻ. ഒരു നൈസ് ക്യാരക്ടർ, ടിപ്പിക്കൽ സത്യൻ അന്തിക്കാട് സിനിമകളിൽ കാണുന്ന പോലെയുള്ള ക്യാരക്ടർ തന്നെ. ഗംഭീരമായിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമാണെന്ന് പറയാൻ അസാധ്യമായ അഭിനയം ഇങ്ങനെ ഉറപ്പിച്ചിട്ടുള്ള സംഭവം ഒന്നല്ല. വളരെ ലൈറ്റായിട്ടുള്ള സാധനം, അത്രയും ലൈറ്ററായിട്ടല്ലാണ് ചെയ്തേക്കുന്നത്. ഇദ്ദേഹം ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഹാർട്ട് വേറെ ആളിൽ നിന്ന് സ്വീകരിച്ചാണ്, ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഫ്രജൈലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നടത്തിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ നടുവിന് ഒരു പ്രശ്നം പറ്റുന്നുണ്ട്. അങ്ങനെ അത് എന്ത് മനോഹരമായിട്ടാണ് ലാലേട്ടനെ കെയർ ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ഭയങ്കര കൺസിസ്റ്റൻറ്റ്. ഈവൻ ഡയലോഗ് ഡെലിവറിയിലും സാധാരണ പോലെയല്ല. എന്തോ ഒരു സംതിങ്, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലി ഉണ്ടാവുന്ന ആ ഒരു സാധനം ത്രൂ ഔട്ട് ബോഡി ലാംഗ്വേജിൽ ലാലേട്ടൻ റെൻഡർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പിടിച്ചേക്കുന്നത്. അത് ആ ക്യാരക്ടർ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ലാലേട്ടൻ നടത്തം, സ്റ്റെപ്പ് ഇറങ്ങുന്നത്, വണ്ടി കയറുന്നത്, ഈവൻ ഫൈറ്റിൽ പോലും ലാലേട്ടൻ കൊണ്ടിരിക്കുന്ന സാധനം നമ്മുടെ സാധനം കാണാൻ പോലത്തെ സാധനമല്ല. അതുപോലെ തന്നെ ഇപ്പോഴും ലാലേട്ടൻ്റെ ഒരു കെമിസ്ട്രി വിത്ത് ദ കോ ആക്ടേഴ്സ്, അമൽ ഡേവിസ് ഒക്കെ ആയിട്ട്, സംഗീത് പ്രതാപൊക്കെ ആയിട്ട് ലാലേട്ടൻ്റെ കോമ്പിനേഷൻ സീൻസൊക്കെ ഒരു രക്ഷയില്ല. അമൽ ഡേവിസിനെ കുറിച്ച് ഞാൻ പറയാം. ഈ സിനിമ അനൗൺസ് ചെയ്ത മുതൽ മാളവിക മോഹൻ്റെ ക്യാരക്ടർ ലാലേട്ടൻ. അപ്പോൾ ഇത് മറ്റൊരു സച്ചി ബീങ് ഇമോഷണൽ ബിഗ് ബ്രദർ പോലെ ആവുന്നുള്ള ഒരു പേടിയൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് എന്താണെന്നും അവരെന്താണ് പരസ്പരം വർക്ക് ആവുന്നത് എന്നുള്ളത്. അതാണ് ഈ സിനിമയുടെ ക്രക്സ് എന്ന് പറയുന്നത്. മാളവിക മോഹൻ്റെ ക്യാരക്ടർ അത് കണ്ടു കഴിഞ്ഞാൽ ഇതെന്തൊരു ക്രിഞ്ച് ലേഡി എന്ന് തോന്നും. കാരണം ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറുക, ഓവർ ഇമോഷണൽ ആവുക, ഓവർ ഡ്രാമാറ്റിക് ആവുക. പക്ഷേ ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും. ടുവേർഡ്സ് ക്ലൈമാക്സ് ഇതിൻ്റെ റൈറ്റിങ്ങിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. മണിസർ പടത്തിലേക്ക് അഭിനയിച്ചിട്ടുള്ള ഐശ്വര്യലക്ഷ്മി ചെയ്യേണ്ടിരുന്ന കഥാപാത്രമായിരുന്നു മാളവിക മോഹനൻ ചെയ്തിട്ടുള്ളത്. അവരുടെ
ആക്സെൻറ്റ് ഓൾസോ ഇതിൽ അവർ മലയാളം സംസാരിക്കുന്ന ആക്സെൻറ്റ് അവർ പൂനെയിലുള്ള സ്ത്രീയാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് കാസ്റ്റിങ്ങാണ്. അതുപോലെ അപൂർവ രാഗത്തിൽ ആസിഫ് അലീൻ്റെ കൂടെ വന്ന നിഷാൻ, പുള്ളി ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ഭയങ്കര ക്രിഞ്ച് സാധനമായി പോനെ. കാരണം ഇതിൻ്റെ ത്രെഡ് അങ്ങനെയാണ്, അതിൻ്റെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്തത് റൈറ്റിങ്ങിലെ ആ ഒരു സ്കില്ല് കൊണ്ടാണ്. കാരണം ക്രിഞ്ചാവേണ്ട സാധനം സർക്കാസ്റ്റിക്കാക്കി മാറ്റുക, അവിടെ ഡാർക്ക് ഹ്യൂമർ വർക്കാക്കുക. പിന്നെ അമൽ ഡേവിസിൻ്റെ കഥാപാത്രം, അതായത് ഗോട്ടിലെ വിജയ്, പുള്ളി കറക്റ്റ് ഗോട്ടിലെ വിജയ് കേട്ടോ, ആരും മീശയും കാര്യങ്ങളും. പക്ഷേ സംഗീത് പ്രതാപ് ഈ സിനിമ ബാലൻസ് ചെയ്തത് നിങ്ങളാണ്. അതായത് ലാലേട്ടൻ്റെ ക്യാരക്ടറും മാളവിക മോഹനൻ്റെ ക്യാരക്ടറും മറ്റ് ക്യാരക്ടേഴ്സും എല്ലാം കൂടെ ഇങ്ങനെ പടത്തെ ഒരു ലെവലിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് തോന്നും ഈ സീനിൽ അയ്യേ എന്ന് നമുക്ക് തോന്നുന്ന ഒരവസരത്തിൽ സംഗീത് പ്രതാപിൻ്റെ ക്യാരക്ടറിന് ഡെലിവറി ചെയ്യും. അപ്പോൾ അതങ്ങ് ബാലൻസ്ഡ് ആവും. അങ്ങനെ ക്രിഞ്ചായേക്കാവുന്ന ഒരു സാധനത്തെ കംപ്ലീറ്റ്ലി ബാലൻസ് ചെയ്തിട്ട് ഈ സിനിമയെ അവസാനം വരെ കൊണ്ടുപോയിക്കുന്ന ഒരു കഥാപാത്രമാണ് സംഗീത് പ്രതാപ് ചെയ്തിരിക്കുന്നത്. അത് കിഡുമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ സിദ്ദിഖിൻ്റെ കഥാപാത്രം ഓക്കെ ചാക്കോ, നമുക്ക് ചായ പിടിച്ചാലും അടുക്കടെ ചോദിക്കും. പുള്ളി പിന്നെ സിദ്ദിഖിൻ്റെയൊക്കെ റേഞ്ച് അറിയാലോ, ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ പുള്ളി പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കും. ഇതിലും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജനാർദ്ദനൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് തോന്നുന്നു സ്ക്രീനിൽ കാണുന്നത്. ചെറിയ കുറച്ചൊരു സീനിലുണ്ട്, പക്ഷേ പുള്ളി ത്രൂ ഔട്ട് പുള്ളിയുടെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പൊളിയായിരുന്നു. പിന്നെ പഴയകാല നടി സംഗീത, അവരിതിൽ നല്ല കിടുമായിരുന്നു, കാണാനും കിടുമായിരുന്നു. അതുപോലെ അവരുടെ പെർഫോമൻസും പരിപാടികളൊക്കെ. അങ്ങനെ മൊത്തത്തിൽ ലാലു അലക്സിൻ്റെ കഥാപാത്രം, പുള്ളി കുറച്ച് ഓവറായിട്ടുള്ള കഥാപാത്രം, അത് ഓവറായിട്ട് തന്നെ നല്ല വൃത്തിക്ക് പുള്ളി റേഞ്ചിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമ. ഈ സിനിമ തുടക്കം മുതൽ ഒരേ പേസിലാണ് പോകുന്നത്. ഇത് തിരക്കൊന്നുമില്ല, ഇത് പടം വേഗം അടിച്ചടിച്ച് പോണ സാധനമല്ല. ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ പരസ്പരം സംസാരിച്ച്. പിന്നെ ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ ക്ലൗഡ് കിച്ചനൊക്കെ ഉണ്ട്. മൃണാൾ ദാസിൻ്റെ അല്ലേ കേട്ടോ ഇത്, ലാലേട്ടൻ്റെ സന്ദീപ് ബാലകൃഷ്ണൻ്റെ ക്ലൗഡ് കിച്ചൺ. അവിടെ ഒരു പയ്യനുണ്ട് എപ്പോഴും ലാലേട്ടൻ വീഡിയോ കോൾ ചെയ്യുന്നത്. പിന്നെ ആ പയ്യൻ കിടുമായിരുന്നു. പിന്നെ വേറെ ഒരു രജനി എന്ന് പറയുന്ന കഥാപാത്രം, വീഡിയോ കോൾ ചെയ്യുന്ന ഒരു ഒളിച്ചോടി രജനി. അങ്ങനെ കുറേ കഥാപാത്രങ്ങളെ ഫില്ല് ചെയ്ത് സിനിമ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഒരു സച്ചി ബീങ് ഇമോഷണൽ ലെവലിൽ തോന്നിയ സാധനം ഒരു പാട്ടുണ്ട് മാളവിക മോഹനായിട്ടുള്ള, അത് എന്തിനായിരുന്നു മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ പാട്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ചില സമയത്ത് നമുക്കിത് ഓവറില്ലേന്ന് തോന്നും. മറ്റേ മിലിറ്ററിക്കാർ വന്ന് സല്യൂട്ട് അടിക്കുന്നു, വേലക്കാർ കരയുന്നു ഹൃദയത്തെ ഓർത്തിട്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം അയ്യോ എന്ന് തോന്നും. പക്ഷെ അതൊക്കെ ബാലൻസ് ചെയ്തിട്ട് പോകുന്നുണ്ടുള്ളതാണ്. പിന്നെ മാളവിക മോഹൻ്റെ ക്യാരക്ടറും ലാലേട്ടൻ്റെ ക്യാരക്ടറും തമ്മിലുണ്ടാവുന്ന ഒരു ഇമോഷനും കെമിസ്ട്രിയും പരിപാടികളൊക്കെ ലാസ്റ്റ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് ആദ്യം കാണുമ്പോൾ ഇതെന്തെങ്ങനെ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നാം, ഇതെന്താ ഇങ്ങനെ ഒരു ഇമോഷൻ വർക്കാവുന്ന തോന്നുമെങ്കിലും അത് ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ അവസാനം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. 2-3 ക്യാമിയോസ് ഉണ്ട്. അതിൽ അവസാനത്തെ ക്യാമിയോ എന്തിനായിരുന്നു. പിന്നെ ഫിലിം ആസ്പിറൻസ് ആയിട്ടുള്ള കുറച്ച് പിള്ളേർ, താഹയുടെ മോൻ, അരുൺ പ്രദീപ്, അവരൊക്കെ നൈസായിരുന്നു. അങ്ങനെ ലാലേട്ടൻ അവരൊക്കെ ആയിട്ട് നല്ല പരിപാടിയാണ്, അവരുമായിട്ടുള്ള കോമ്പിനേഷനും പരിപാടിയൊക്കെ തന്നെ. പിന്നെ ബാബുരാജ് അന്യഭാഷ സിനിമയിൽ പോയിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിൽ മരിക്കുന്നില്ല. അങ്ങനെ ബാബുരാജിൻ്റെ സീരിയസ് കഥാപാത്രമൊന്നുമില്ല, കുറച്ച് കോമഡിയൊക്കെ ഒക്കെ വന്ന കഥാപാത്രമാണ്. പിന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട് ഇന്ന് ഓഗസ്റ്റ് 28 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 28 തന്നെയാണല്ലോ. അങ്ങനെയൊക്കെ. പിന്നെ ഏതോ ഒരു സീനിൽ പറയുന്നുണ്ട് എന്താ ലാലേട്ടൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മമ്മൂക്ക പടമല്ല എന്തായാലും അറിയാലോ. പിന്നെ അതെന്തിനാ മസ്റ്റല്ലല്ലോ. ഇത് മറ്റേ എൻ്റെ ഏട്ടൻ എന്ത് സുന്ദരന എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അതായത് ലാലേട്ടനായിരുന്നു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെ മകളുടെ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതൊക്കെ ചടങ്ങാണെന്ന് തോന്നുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുള്ളത്. എന്തായി കഴിഞ്ഞാലും ഹൃദയപൂർവ്വം വാസ് നൈസ്. ഒരു 2.5 മണിക്കൂർ നല്ല രസത്തിൽ ഇങ്ങനെ ലാലേട്ടൻ്റെ പെർഫോമൻസൊക്കെ കണ്ട് സംഗീത് പ്രതാപിൻ്റെ കോമഡി അങ്ങനെയായിട്ട് നല്ല രസത്തിൽ കണ്ടിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് പരിപാടികൾ അതിനിടയിൽ കൂടെ ഉണ്ട്. പാട്ടുകൾ ഞാൻ പറഞ്ഞില്ല, അത് എൻ്റെ പ്രശ്നമാണ്. എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ ശരിയാവില്ല. പിന്നെ ലലല പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, ഒരു വിൻറ്റേജ് പരിപാടി പിടിക്കുന്നത്, അത് നല്ലതായിരുന്നു. സോ ദിസ് ഈസ് ഹൃദയപൂർവ്വം.